സമീപനങ്ങളിലൂടെ, സമരങ്ങളിലൂടെ ജനാധിപത്യത്തിനു വേണ്ടിയും സോഷ്യലിസത്തിനു വേണ്ടിയും വർഗങ്ങളില്ലാത്ത ഒരു വർഗരഹിത സമൂഹത്തിന് വേണ്ടിയുമുള്ള സമരങ്ങളിലൂടെ കൊണ്ടുപോകേണ്ടതിൻ്റെ പ്രശ്നമാണ് മാർക്സ് അടിസ്ഥാനപരമായി ഉന്നയിച്ചത്. അപ്പോൾ അതിന് വർഗസമരം, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള വർഗസമരം ലോകത്ത് നടന്നു. ഭൂഷ ജനാധിപത്യമുണ്ടായി. തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളി വർഗ ജനാധിപത്യം എന്നുള്ള നിലയ്ക്ക് ആ വിപ്ലവം നടന്നു. പിന്നീട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതിനെ രണ്ടിനെയും കോർത്തിണക്കുന്ന തരത്തിൽ ഒരു ന്യൂ ഡെമോക്രസി എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ ജനാധിപത്യം അവിടെ സ്ഥാപിക്കപ്പെട്ടു. സോഷ്യലിസ്റ്റിലേക്ക് മുന്നേറി തിരിച്ചടി നേരിട്ടു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോൾ പന്ന്യൻ സഖാവ് സൂചിപ്പിച്ചത് ഇന്ത്യൻ സാഹചര്യത്തെ സംബന്ധിച്ച ഒരു സൂചന പറയുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ നാടുവാഴിത്തത്തിൻ്റെ അവസ്ഥയിലുണ്ടായിരുന്ന ഒരു സൊസൈറ്റി, ഒരുപാട് സമരങ്ങളൊക്കെ നടന്നതിൻ്റെ ഭാഗമായി നാടുവാഴിത്തത്തിലൊക്കെ പരിവർത്തനങ്ങൾ സംഭവിച്ച് ഒരു സെമി ഫ്യൂഡൽ സമൂഹമായി ഇവിടെ നിൽക്കുകയാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ശേഷം ഒരു പുത്തൻ കൊളോണിയലിസം എന്നുള്ള നിലയ്ക്ക് ഒരു സെമി കൊളോണിയൽ സൊസൈറ്റി ആയിട്ട് നിലനിൽക്കുന്നതാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് വെറുതെ പറയുന്നതല്ല, ആ നിലയ്ക്ക് തന്നെ ഇപ്പൊ ജാതി ഏതിൻ്റെ ഉൽപ്പന്നമാണെന്ന് ചോദിച്ചാൽ അത് നാടുവാഴിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് നമ്മുടെ സമൂഹം വിലയിരുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളെ സംബന്ധിച്ച് വർഗസമരത്തിൻ്റെ പ്രശ്നത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ക്രൂഷ്ചേവിൻ്റെ കാലത്ത് ഉയർന്നു വന്ന വർഗ സഹകരണ സിദ്ധാന്തവുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വർഗ സഹകരണ പാതയിൽ പോകുമ്പോഴാണ് CPIM ഉണ്ടാകുന്നത്. ആ പിളർപ്പിനെ കുറിച്ചാണ് പന്ന്യൻ സഖാവ് സൂചിപ്പിച്ചത്. അനിവാര്യമായിരുന്നു, ആ പിളർപ്പ് ഉണ്ടായി. പിന്നീട് അവരും അതേ പാതയിൽ പോയപ്പോഴാണ് നക്സൽബാരി ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രശ്നത്തെ വർഗസമരത്തിന്റെ പ്രശ്നത്തെ എങ്ങനെയാണ് നോക്കിയാണ്? ഇപ്പോൾ ചൈനയെ നോക്കൂ. ലോകത്തിന്റെ ഒരു യുവത്വം എന്നുള്ള നിലയ്ക്ക് ഉയർന്നുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. മാവോയിസത്തെ ആണ് അവര് അടിസ്ഥാനപരമായി പിടിച്ചത്. അവര് ആ ചൈനയെ വികസിപ്പിക്കാൻ വേണ്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചോദ്യത്തിലേക്ക് വരാം. അത് പ്രധാനപ്പെട്ട മാർക്സിസത്തിന്റെ വഴിയുടെ പ്രശ്നം ആയതുകൊണ്ടാണ് അതിലേക്ക് വന്നത്. ചുരുക്കം. അപ്പോ ഏഷ്യയുടെ ഒരു രോഗിയായിരുന്ന ചൈന ഇന്ന് മുതലാളിത്തമാണെങ്കിലും ഒരു ഈ അതിർത്തിക്ക് അപ്പുറത്ത് നോക്കിയാൽ ഇന്ത്യ ആ അതിർത്തിയിൽ നിന്ന്, ഹിമാലയൻ അതിർത്തിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് മാർക്സിസത്തിന്റെ ഒരു വളർച്ച, ലെനിനിസത്തിലൂടെ മാവോയിസത്തിലൂടെ വന്ന ഒരു വളർച്ചയുടെ വികാസം നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ലോകത്തിന്റെ ഒരു യുവത്വമാണ് മാവോയിസം എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ മാർക്സിസത്തിലേക്കുള്ള വഴിയിൽ ഏറ്റവും പുതിയ ധാരയെ അഡ്രസ് ചെയ്യാതെ, അതിനെ ഉൾച്ചേർക്കാതെ, ആ കാര്യങ്ങളെ കൂടി ചർച്ചകളിൽ സമ്പുഷ്ടമാക്കാതെ എങ്ങനെയാണ് മാർക്സിസത്തിന്റെ വഴിയിലേക്കുള്ള വഴിയെ പറ്റിയുള്ള ചർച്ച പൂർണ്ണമാകുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഇന്ത്യൻ സാഹചര്യത്തെ കുറിച്ചുള്ള വിശകലനത്തിൽ എന്താണ് പന്ന്യൻ സഖാവിനും നിങ്ങൾക്കും പറയാനുള്ളത്? സെമി ഫ്യൂഡൽ, സെമി കൊളോണിയൽ ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഈ 3 മിനിറ്റ് അവസാനിക്കുള്ളൂ. ഇനി വളരെ ഹ്രസ്വമായിട്ട് അദ്ദേഹം മറുപടി പറയും. 3 മിനിറ്റ് സമയം അവസാനിക്കുള്ളൂ. സമയം അതിക്രമിച്ച് അധ്യക്ഷൻ്റെ ചൂണ്ടുവിരലുണ്ട്. അദ്ദേഹം പറഞ്ഞ വിശദമായ കാര്യം പറഞ്ഞു. പക്ഷെ ഒരു കാര്യമാണ്, 1980 ലോകത്തിലെ 81 പാർട്ടികൾ മോസ്കോയിൽ സമ്മേളിച്ചത്. ആ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്താണ് സഖാവ് EMS ഉൾപ്പെടെയുള്ള ആളുകൾ. ആ സമ്മേളനം ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, ലോകത്തിലെ ഏത് ഭാഗത്തും അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആ രാജ്യത്തിൻ്റെ സാഹചര്യമനുസരിച്ച് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഭരണം സംവിധാനം ഉണ്ടാക്കാം എന്ന തീരുമാനം. ആ തീരുമാനം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. അതനുസരിച്ച് നേരത്തെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പലതും തീരുമാനിക്കുന്നത് മാറി അതാത് രാജ്യങ്ങളിലായി. പിന്നെ ഇന്ത്യയെക്കുറിച്ച് ഒരു വിവക്ഷ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്.
ഇന്ത്യ വൈവിധ്യമാർന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതിൽ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു. സിഖുകാരുണ്ടായിരുന്നു, ബംഗാളി ഉണ്ടായിരുന്നു, സകല വിഭാഗക്കാരും ചേർന്ന വൈവിധ്യമുള്ളൊരു രാജ്യമായിരുന്നു ഇന്ത്യ. ആ രാജ്യമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന രാജ്യം. നമ്മുടെ ദേശീയ പ്രസ്ഥാനം അതിനുവേണ്ടി ശക്തമായി പോരാടിയതാണ്. ഇന്ത്യയുടെ ആകെ മോചനമാണ്. അന്ന് ബ്രിട്ടീഷുകാരനൊരു തന്ത്രം പ്രയോഗിച്ചിരുന്നു. ഇന്ത്യയിൽ പലയിടത്തും ഹിന്ദുവും മുസൽമാനും തമ്മിൽ ഏറ്റുമുട്ടി. കാരണം ഹിന്ദു മഹാസഭ പറഞ്ഞു ഹിന്ദു രാജ്യമാണ് വേണ്ടത്, മുസ്ലിം ലീഗ് പറഞ്ഞു മുസ്ലിം രാജ്യമാണ്. അതാണ് ജിന്ന എന്ന് പറയാൻ കാരണം ഹിന്ദു മഹാസഭയ്ക്ക് വേണ്ടി ഇത് പറഞ്ഞപ്പോൾ. ഈ തർക്കം വന്നപ്പം അന്ന് നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം എന്ന് നമ്മളെ ദേശീയ പ്രസ്ഥാനവും പൊതുവിൽ ആലോചിക്കുമ്പം അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യോജിച്ച് പല പ്രവർത്തനവും നടത്തിയത്. ഖിലാഫത്ത് പ്രസ്ഥാനം അല്ല, സഭയല്ലോ പറയട്ടപ്പോൾ അധ്യക്ഷ നിയന്ത്രണം ഞാൻ നോക്കുന്നത്, പക്ഷെ പറയാം അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ഒരുപാട് കടമ കടന്നാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കടമ്പയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഫ്യൂഡലാണോ സെമി ഫ്യൂഡലാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യമാണ്, മാർക്സ് പറഞ്ഞ വൈവിധ്യം ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ കാണാം. ഒന്ന്, സോഷ്യലിസം എന്ന മനുഷ്യന് സുഖമായി ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കാനുള്ള ഏർപ്പാട്, അതിനേത് വഴിയെന്ന് ഇന്ത്യയിലെ നമ്മളാണ് പ്രധാനമായി കമ്മ്യൂണിസ്റ്റുകാരെ മുമ്പിൽ പ്രധാനമായിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അങ്ങനെ ഒരു ആദർശവുമായി മുമ്പോട്ട് വന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അതിനുള്ള പരിഹാരങ്ങൾ, അതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അതല്ല വേണ്ടത്. ഇപ്പം ഇമ്മീഡിയറ്റായിട്ട് ഇന്ത്യയിൽ മാനമായ എല്ലാവർക്കും ജീവിക്കാനുള്ള സംവിധാനമാണ് വേണ്ടത്. മതനിരപേക്ഷ ഇന്ത്യ. ആ ഇന്ത്യയിൽ ജനാധിപത്യം പുലരണം. അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഈ മാർക്സത്തിലേക്കുള്ള വഴിയിലെ ഒരു പ്രധാനപ്പെട്ട കടമ്പ നമ്മളെ മുമ്പിൽ നിൽക്കുന്നു. ഇത് കടന്ന് നമ്മൾ അങ്ങോട്ട് പോകണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ. ദീർഘമായി പറയേണ്ടതാണ്. അധ്യക്ഷൻ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നേർക്കുണ്ട്. ആ കണ്ണ് ഞാൻ കാണുന്നു. ഒന്ന് ഉറപ്പാ, നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി ഒരു ദീർഘമായ ചർച്ചയാകും സുഹൃത്തെ. ഇനിയും ചർച്ച ചെയ്യാലോ. മാർക്സം എന്ന് പറയുന്നതിലേക്ക് ഇന്ത്യ പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നമ്മൾ ആ യാത്രയിലാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം നീക്കി പോകണം. കാരണം അപ്പുറത്ത് ഇന്ത്യൻ ബൂർഷാസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പഠിച്ച എല്ലാം ചേർന്ന ബൂർഷാസിയ. മാത്രമല്ല ആ ബൂർഷാസി മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്താൻ വിദഗ്ധരായ ബൂർഷാസിയാണെന്ന കാര്യം കൂടി നമ്മൾ മറക്കരുത് എന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നമുക്ക് നിർത്താം, ഇനിയും ചർച്ച ചെയ്യാം.